ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ധനുഷിനെയും സ്നേഹയുമാണ്. ചിലപ്പോൾ നന്ദേട്ടനും സന്ധ്യയും തിരികെ വരുന്നത് സ്വർണം ചോദിക്കാനായിരിക്കുമെന്ന് ധനുഷ് പറയുമ്പോൾ എന്തെങ്കിലും എത്രയും പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ ആകെ പ്രശ്നമാകുമെന്ന് സ്നേഹയും പറയുന്നു. തുടർന്ന് അവർ രണ്ടുപേരും ചേർന്ന് അർച്ചനയുടെ കാര്യം സംസാരിക്കുന്നു. അർച്ചനടുത്ത് എവിടെയാണെങ്കിലും ഇപ്പോൾ നമ്മളെയൊക്കെ മറന്നിട്ടുണ്ടാകുമെന്ന് ധനുഷ് പറയുമ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാകില്ലെന്നും അർച്ചനടുത്തേക്ക് സച്ചേട്ടനെ മറന്ന് ജീവിക്കാൻ സാധിക്കില്ലെന്നും എന്നെങ്കിലും ഒരിക്കൽ എന്താണെങ്കിലും ഏട്ടത്തി തിരികെ വരുമെന്നും ഉറപ്പിച്ചു പറയുകയാണ് സ്നേഹ. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് കമലയും അനഘയും സച്ചിയും കൂടി ക്ഷേത്രത്തിലേക്ക് എത്തിയിരിക്കുന്നതാണ്. തുടർന്ന് കമല കാറിലിരുന്നു കൊണ്ട് കരയുമ്പോൾ കമലയെ സമാധാനപ്പെടുത്തുകയാണ് അനഘ. എൻ്റെ ആൻറ്റി, ഇന്നത്തെ ദിവസമെങ്കിലും കരയാതിരിക്കുക. നമ്മൾ സച്ചേട്ടനെ എത്ര നിർബന്ധിച്ചാ കൊണ്ടുവന്നതെന്ന് ആൻറ്റിക്ക് അറിയാവുന്നതല്ലേ എന്ന് അനഘ ചോദിക്കുമ്പോൾ എത്രയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പെറ്റ വയറല്ലേ മോളെ, എനിക്ക് അവളെ ഒരിക്കലും മറക്കാൻ സാധിക്കില്ലെന്നും എവിടെയെങ്കിലും ജീവിച്ചിരുന്നാലെങ്കിലും മതിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കരയുകയാണ് കമല. തുടർന്ന് കണ്ണു തുറച്ചുകൊണ്ട് കമല പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നു. സച്ചിയോട് ക്ഷേത്രത്തിലേക്ക് വരാൻ പറയുമ്പോൾ വേണ്ടെന്നും ഇതുവരെ ദൈവങ്ങളൊന്നും എൻ്റെ പ്രാർത്ഥന കേട്ടിട്ടില്ലെന്നും ഞാൻ പുറത്തുനിന്ന് തന്നെ പ്രാർത്ഥിച്ചോളാമെന്നും സച്ചി പറയുന്നു. അതൊന്നും പറ്റില്ലെന്നും ഇന്നെന്താണെങ്കിലും വന്നേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് സച്ചിയും കൊണ്ട് പോവുകയാണ് കമലയും മറ്റുള്ളവരും. അങ്ങനെ അവർ ക്ഷേത്രത്തിലേക്ക് പോകുന്ന സമയം തന്നെയാണ് അർച്ചനയും ഗോകുലും ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. അങ്ങനെ അവരകത്തേക്ക് കയറുന്ന സമയം തന്നെ അർച്ചനയും മറ്റുള്ളവരും ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറുന്നു. പെട്ടെന്ന് അർച്ചനയെ കണ്ടതുപോലെ സച്ചിക്ക് തോന്നുന്നുണ്ടെങ്കിലും സച്ചിയെ അകത്തേക്ക് വിടാതെ സച്ചിയുടെ കൂട്ടുകാരൻ അർച്ചനയൊന്നുമല്ല, ഇനി എന്നെ കൊണ്ട് ആരുടെയും കയ്യിൽ നിന്നും അഴി വാങ്ങാൻ കഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. തുടർന്ന് വഴിപാടെഴുതിക്കാനുള്ള പൈസ അനഘയുടെ കയ്യിലേക്ക് കൊടുത്തതിന് ശേഷം പ്രാർത്ഥിക്കുന്ന കമലയാണ് കാണിക്കുന്നത്. അതേസമയം തന്നെ അർച്ചന അവിടെ അടുത്ത് മറ്റൊരു നടയിൽ കുഞ്ഞുമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. രണ്ടുപേരും പരസ്പരം കാണുന്നതേയില്ല. ഗൗരി പെട്ടെന്ന് തന്നെ ആനയുടെ അടുത്തേക്ക് പോകുമ്പോൾ അർച്ചനയും അങ്ങോട്ടേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് കമല തല കറങ്ങി വീഴാൻ ഒരുങ്ങുന്നതാണ്. അതേസമയം തന്നെ അങ്ങോട്ടേക്ക് വരുന്ന ശോഭന കമലയെ താങ്ങി പിടിച്ച് അവിടെയുള്ളൊരു കസേരയിൽ ഇരുത്തുകയും കൂടാതെ വെള്ളം കൊടുക്കുകയും ചെയ്യുന്നു. എന്താ, എന്തു പറ്റി, മുഖത്താകെ ഒരു വിഷമം പോലെ ഉണ്ടല്ലോ എന്ന് ശോഭന ചോദിക്കുമ്പോൾ എൻ്റെ മോളെയും കുഞ്ഞിനെയും കാണാഞ്ഞിട്ട് കാലം ഏറെയായെന്നും ഇന്നവളുടെ പിറന്നാളാണ്, വർഷങ്ങൾ കൂടുന്തോറും എൻ്റെ സങ്കടവും കൂടിക്കൊണ്ടേ വരുന്നു, എല്ലാം കൂടി ഓർത്തപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റാതെ വന്നു, അതാണ് പെട്ടെന്ന് തലകറക്കമുണ്ടായതെന്ന് കമല പറയുന്നു. തുടർന്ന് ശോഭന പറയുകയാണ്, ഞങ്ങൾ ഇന്നലെയാണ് ഇങ്ങോട്ടേക്ക് താമസം മാറി വന്നത്. എൻ്റെ മോൻ വക്കീലാണ്. ഞാനും എൻ്റെ മോൻ്റെയും ഭാര്യയുടെയും നല്ല ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. കൂടെ ആരും വന്നിട്ടില്ലേ എന്ന് ശോഭന ചോദിക്കുന്ന സമയത്താണ് അനഘ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. തുടർന്ന് കമലയെ അനഘയെ ഏൽപ്പിച്ചുകൊണ്ട് ശോഭന അവിടെ നിന്ന് പോകുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സച്ചിയുടെ അടുത്തുകൂടി അർച്ചനയും ഗൗരിയും കൂടി പോകുന്നതാണ്. എന്നാൽ രണ്ടും പരസ്പരം കാണുന്നില്ല. പിന്നീട് കാണിക്കുന്നത് എല്ലാവരും ക്ഷേത്രത്തിൽ നിന്നും ഇറങ്ങുന്നതാണ്. കമലയോട് യാത്ര പറഞ്ഞതിന് ശേഷം ശോഭന അവിടെ നിന്ന് പോകുന്നു. അതേസമയം തന്നെ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ നിന്നും പ്രാർത്ഥിച്ചതിന് ശേഷം പ്രസാദവുമായി സച്ചിയും പുറത്തേക്ക് വരുന്നു. അങ്ങനെ അവർ ഇറങ്ങാനൊരുങ്ങാൻ നേരമാണ് അർച്ചനയും ഗോകുലുമൊക്കെ കാറിലേക്ക് കയറുന്നത് അനഘ ശ്രദ്ധിക്കുന്നത്. അർച്ചനയെ അനഘ കാണുന്നു. അർച്ചനയെട്ടെത്തിയെന്ന് അനഘ വിളിക്കുന്നുണ്ടെങ്കിലും നോക്കാതെ അർച്ചന അവിടെ നിന്ന് പോകുന്നു. എന്താ മോളെ, എന്ത് പറ്റിയെന്ന് കമല ചോദിക്കുമ്പോൾ അത് പിന്നെ അർച്ചനയെട്ടെത്തിയെ അവിടെ കണ്ടെന്ന് അനഘ പറയുന്നു. അത് അർച്ചനയല്ലായിരിക്കും മോളെ, ശോഭനയുടെ മരുമകളായിരിക്കും. സച്ചി, നീ വിഷമിക്കണ്ട, എന്താണെങ്കിലും നമ്മുടെ അച്ചുമോളെ ഉടൻ തന്നെ ഭഗവാൻ നമുക്ക് കാട്ടിത്തരുമെന്ന് പറഞ്ഞ് സച്ചിയെ സമാധാനിപ്പിക്കുകയാണ് കമല. പിന്നീട് കാണിക്കുന്നത് വീട്ടിലേക്ക് ചെല്ലുന്ന അർച്ചനയാണ്. വീണ വായിച്ചുകൊണ്ടിരിക്കുന്ന അർച്ചനയുടെ അടുത്തേക്ക് ശോഭനയും ചെല്ലുന്നു. പെട്ടെന്ന് തന്നെ രാഗം മറന്നു പോവുകയും എന്തൊക്കെയോ ആലോചിച്ചിരിക്കുന്ന അർച്ചനയാണ് കാണിക്കുന്നത്. അതേസമയം പണത്തിനു വേണ്ടി നെട്ടോട്ടം ഓടുകയാണ് അനൂപ്. സോനപ്പേട്ടൻ ഇപ്പോൾ വരുമെന്നും നമ്മൾ എന്ത് ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് ടെൻഷനോടെ നിൽക്കുന്ന സന്ദീപിനെയും കമലയും ധനുഷിനെയുമാണ് കാണിക്കുന്നത്. പെട്ടെന്ന് തന്നെ ആരും അകത്തേക്ക് കയറി വരികയും അയാളെ കണ്ട് ഞെട്ടലോടെ നിൽക്കുന്ന സന്ദീപിനെയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.